ആണവ ചർച്ചകളിലെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാന് പരിമിതമായ തോതിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകുന്ന കാര്യം ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ല എന്നതായിരുന്നു അമേരിക്കയുടെ ഔദ്യോഗിക നിലപാടെങ്കിലും പുതിയ കരാറിന്റെ ഭാഗമായി വളരെ കുറഞ്ഞ തോതിൽ ഇതിന് അനുമതി നൽകിയേക്കാം. ഇത് പ്രധാനമായും മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഗവേഷണങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്താനാണ് സാധ്യത. ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ നീങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കർശനമായ പരിശോധനകളും നിരീക്ഷണങ്ങളും ഈ അനുമതിക്ക് പകരമായി അമേരിക്ക ആവശ്യപ്പെടും. ഇറാന്റെ സ്വതന്ത്രമായ ഇടപെടലുകൾ ഒഴിവാക്കി അയൽ രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു സമിതിയുടെ മേൽനോട്ടത്തിൽ സമ്പുഷ്ടീകരണം നടത്താനുള്ള നിർദ്ദേശങ്ങളും ചർച്ചയിലുണ്ട്. 2026 ഫെബ്രുവരി 26-ന് ജനീവയിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഇത്തരമൊരു നീക്കം പുറത്തുവരുന്നത്. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന് നേരെ പരിമിതമായ സൈനിക നീക്കങ്ങൾ നടത്താനുള്ള പ്ലാനുകളും ട്രംപ് ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട്. ഇറാന് സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകുന്നത് അപകടകരമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും യുഎസ് കോൺഗ്രസിലെ ചില അംഗങ്ങളും ഈ നീക്കത്തെ എതിർക്കുന്നുണ്ട്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നാണ് ഇറാന്റെ നിലപാട്. എങ്കിലും ഉപരോധങ്ങൾ നീക്കുന്നതിനായി ചില വിട്ടുവീഴ്ചകൾക്ക് അവർ തയ്യാറായേക്കുമെന്നാണ് സൂചനകൾ. മുൻ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ പിടികൂടാനായി നടത്തിയ ഓപ്പറേഷനിൽ ആന്ത്രോപിക് കമ്പനിയുടെ ക്ലൗഡ് എന്ന AI മോഡൽ ഉപയോഗിച്ചതായി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. ട്രംപ് ഭരണകൂടത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ആന്ത്രോപിക് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവിനെ പെന്റഗൺ ഉദ്യോഗസ്ഥർ വാഷിംഗ്ടണിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. കമ്പനിയുടെ സാങ്കേതികവിദ്യ എങ്ങനെയാണ് അതീവ രഹസ്യമായ സൈനിക സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരണം നൽകാനാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. ചൈനയിലെ 3 പ്രമുഖ AI ലാബുകളായ ഡീപ്സീക്ക്, മൂൺഷോട്ട് AI, മിനിമാമാക്സ് എന്നിവർ തങ്ങളുടെ AI മോഡലായ ക്ലൗഡിന്റെ കഴിവുകൾ നിയമവിരുദ്ധമായി പകർത്തിയെന്ന് ആന്ത്രോപിക് പരസ്യമായി കുറ്റപ്പെടുത്തി. ലളിതമായ പകർപ്പല്ല, മറിച്ച് വളരെ ആസൂത്രിതവും വിപുലവുമായ രീതിയിൽ ക്ലൗഡിന്റെ സാങ്കേതികവിദ്യയും ഡേറ്റയും മോഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്ന് കമ്പനി ആരോപിക്കുന്നു. AI സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആന്ത്രോപിക് തങ്ങളുടെ ഗവേഷണ ഫലങ്ങൾ ചൈനീസ് കമ്പനികൾ അനധികൃതമായി ഉപയോഗിക്കുന്നത് ആഗോള AI മത്സരത്തിൽ വലിയ സുരക്ഷാ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ആന്ത്രോപിക് സിഇഒയും പെന്റഗൺ ഉദ്യോഗസ്ഥരും തമ്മിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. ക്ലൗഡ് AI മോഡലിനെ ചൈനീസ് ലാബുകൾ പകർത്തുന്നുണ്ടെങ്കിൽ അത് വെറുമൊരു സാങ്കേതിക മോഷണം മാത്രമല്ല, മറിച്ച് അമേരിക്കൻ സൈന്യം ഇത്തരം AIകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് സുപ്രധാന വിവരങ്ങൾ കൂടി ചോർത്തപ്പെടാൻ കാരണമാകുമെന്ന് US സർക്കാർ ഭയപ്പെടുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ സഹോദരിയായ കിം യോ ജോങ്ങിനെ പാർട്ടിയുടെ അജിറ്റേഷൻ ആൻഡ് പ്രൊപ്പഗൻഡ ഡയറക്ടറായി നിയമിച്ചതായാണ് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തര കൊറിയയിലെ വിവരവിനിമയം, സെൻസർഷിപ്പ്, രാഷ്ട്രീയ പ്രചാരണങ്ങൾ എന്നിവയുടെ പൂർണ്ണ നിയന്ത്രണം ഈ വകുപ്പിനാണ്. ഈ നിയമനത്തോടെ രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും ശക്തമായ വ്യക്തി എന്ന നിലയിൽ അവരുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കപ്പെട്ടു. പാർട്ടിയുടെ നയരൂപീകരണ സമിതിയായ പോളിറ്റ് ബ്യൂറോയിൽ അവർക്ക് നിർണായക സ്വാധീനമുണ്ട്. കിം ജോങ് ഉന്നിന്റെ വിശ്വസ്ത എന്ന നിലയിൽ സൈനിക കാര്യങ്ങളിലും വിദേശ നയങ്ങളിലും അവർ ഇടപെടാറുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദക്ഷിണ കൊറിയയ്ക്കും അമേരിക്കയ്ക്കും എതിരെ ശക്തമായ പ്രസ്താവനകൾ നടത്തുന്നതിലൂടെ കിം യോ ജോങ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു. പുതിയ ഡയറക്ടർ പദവി അവർക്ക് ഭരണതലത്തിൽ ഔദ്യോഗികമായി കൂടുതൽ അധികാരങ്ങൾ നൽകുന്നു. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ കാലാവധി 2 ടേമുകളായി പരിമിതപ്പെടുത്താനുള്ള ചരിത്രപരമായ ഭരണഘടനാ ഭേദഗതി മലേഷ്യൻ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു. പുതിയ നിയമപ്രകാരം ഒരാൾക്ക് തന്റെ ജീവിതകാലത്ത് ആകെ 2 തവണ മാത്രമേ പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ സാധിക്കൂ. ഇത് അധികാര ദുർവിനിയോഗം തടയാൻ സഹായിക്കും. ഈ പരിഷ്കാരം നടപ്പാക്കുന്നതിനായി മലേഷ്യൻ ഭരണഘടനയുടെ 43-ാം അനുച്ഛേദം ഭേദഗതി ചെയ്യാനാണ് നിർദ്ദേശം. ഇതിന് പാർലമെന്റിൽ 3-ൽ 2 ഭൂരിപക്ഷം ആവശ്യമാണ്. രാഷ്ട്രീയ അഴിമതി കുറയ്ക്കുക,
ഭരണതലത്തിൽ സുതാര്യത ഉറപ്പാക്കുക, പുതിയ നേതാക്കൾക്ക് അവസരം നൽകുക എന്നിവയാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻ പ്രധാനമന്ത്രി നജീബ് റസാഖിന്റെ ഭരണകാലത്തുണ്ടായ 1MDB അഴിമതി പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് അൻവർ ഇബ്രാഹിം സർക്കാർ ഈ പരിഷ്കാരത്തിന് മുൻകൈ എടുക്കുന്നത്. മലേഷ്യയുടെ സാമ്പത്തിക വികസനത്തിനായി 2009 അന്നത്തെ പ്രധാനമന്ത്രി നജീബ് റസാഖ് രൂപീകരിച്ച ഒരു സർക്കാർ നിക്ഷേപ നിധിയാണ് 1MDB. എന്നാൽ 2009 2015 ഇടയിൽ ഈ നിധിയിൽ നിന്ന് ഏകദേശം $4.5 ബില്യൺ തിരിമറി നടത്തിയതായാണ് കണ്ടെത്തൽ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. മോഷ്ടിക്കപ്പെട്ട പണം ആഡംബര കപ്പലുകൾ, വില കൂടിയ പെയിന്റിങ്ങുകൾ, സ്വകാര്യ വിമാനങ്ങൾ എന്നിവ വാങ്ങാനും ഹോളിവുഡ് ചിത്രമായ ദ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് നിർമ്മിക്കാനും ഉപയോഗിച്ചു. മലേഷ്യൻ വ്യവസായിയായ ജോ ലോ ആണ് ഈ തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്നത്. അദ്ദേഹം ഇപ്പോൾ ചൈനയിൽ ഒഴിവിൽ കഴിയുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ആഗോള ബാങ്കിംഗ് സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സ് ഈ നിധിക്കായി പണം സമാഹരിക്കാൻ സഹായിക്കുകയും അതിലൂടെ കോടിക്കണക്കിന് ഡോളർ ലാഭമുണ്ടാക്കുകയും ചെയ്തു. പിന്നീട് അവർ മലേഷ്യൻ സർക്കാരിന് വലിയൊരു തുക പിഴയായി നൽകി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കി മാറ്റാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. മലയാളത്തിലുള്ള പേര് എല്ലാ ഭാഷകളിലും ഒരുപോലെ ഉപയോഗിക്കണമെന്ന സംസ്ഥാന നിയമസഭയുടെ പ്രമേയത്തെ തുടർന്നാണിത്. ഇറാനിൽ വർദ്ധിച്ചുവരുന്ന സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരോട് എത്രയും വേഗം രാജ്യം വിടാൻ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി പ്രഹാർ എന്ന പേരിൽ പുതിയ ദേശീയ ഭീകര വിരുദ്ധ ചട്ടക്കൂട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ഒരേ പേര് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉള്ളതും അർഹതയില്ലാത്തതുമായ 1.7 കോടി വോട്ടർമാരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ പേരെ ഒഴിവാക്കിയത്. സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കും സമീപം മത്സ്യവും മാംസവും വിൽക്കുന്നത് ബീഹാർ സർക്കാർ നിരോധിച്ചു. 2026 ഏപ്രിൽ 1 മുതൽ ദേശീയ പാതകളിലെ ടോൾ പ്ലാസകളിൽ പണം നേരിട്ട് സ്വീകരിക്കുന്നത് നിർത്തും. ഫാസ്ടാഗ്, UPI എന്നിവ വഴി മാത്രമേ ഇടപാടുകൾ അനുവദിക്കൂ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് സമാപിച്ചു. AI സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായി ലഭിക്കണമെന്ന ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ 91 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. സർക്കാർ ജോലികൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയിൽ സംസ്ഥാന സർക്കാർ വലിയ മാറ്റം വരുത്തി. ജനറൽ വിഭാഗത്തിന് ഇനി 40 വയസ്സ് വരെ അപേക്ഷിക്കാം. മുൻപ് ഇത് 36 ആയിരുന്നു. SC/ST വിഭാഗക്കാർക്ക് ഇത് 45 വയസ്സായി ഉയർത്തി. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇതോടെ സർക്കാരിന് സർവേ നടപടികളുമായി മുൻപോട്ടു പോകാം. വോട്ട് തട്ടാനുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നൽകിയ ഹർജിയിലാണ് നേരത്തെ ഹൈക്കോടതി സർവേ തടഞ്ഞത്. കേരളത്തിൽ ജനിച്ചവർക്കും കേരളത്തിൽ വേരുകളുള്ളവർക്കും പ്രത്യേക നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിനുള്ള ബിൽ നിയമസഭ പാസാക്കി. പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച ആശങ്കകൾക്ക് ഇതൊരു ആശ്വാസമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റെയിലിന് പകരമായി മെട്രോമാൻ E ശ്രീധരൻ പുതിയ ഹൈസ്പീഡ് റെയിൽ പ്ലാൻ സമർപ്പിച്ചു. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളെയും വയനാട് തുരങ്കപാതയെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് വമ്പൻ പ്രഖ്യാപനങ്ങളുമായാണ് അവതരിപ്പിച്ചത്. 2000 പേർക്ക് വീട് വെച്ച് നൽകുമെന്നും എല്ലാ വാർഡിലും പകുതി വിലയ്ക്ക് മരുന്ന് നൽകുന്ന അമൃത് ഫാർമസികൾ തുടങ്ങുമെന്നും പ്രഖ്യാപനം. നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി അത്യാധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകളും ശുചിത്വ പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയുള്ള സ്മാർട്ട് സിറ്റി പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാനും നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും തുക വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ളം ലഭ്യത ഉറപ്പാക്കൽ, തെരുവ് വിളക്കുകളുടെ പരിപാലനം, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള പ്രത്യേക ക്ഷേമ പദ്ധതികൾ എന്നിവയും ബജറ്റിന്റെ ഭാഗമാണ്. കേരള സ്റ്റോറി 2 ടീസർ പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകി സൺഷൈൻ പിക്ചേഴ്സ്. സിനിമ തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും സിനിമ കാണുമെന്നും ഹൈക്കോടതി.